പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല, തെളിവുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പച്ച നിറത്തിലുള്ള ഹൃദയ ചിഹ്നം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളെ വിട്ടുപിരിയാൻ കഴിയാത്തത്ര സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. പല ആളുകളും നിങ്ങളെ ഒഴിവാക്കാനും നിങ്ങളെ ആയിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനൊക്കെ ആ വ്യക്തിയെ ഉപദേശിക്കുന്നുണ്ട്. അതിന് പല പല കാരണങ്ങൾ അവർ നികത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളുടെ വ്യക്തിയിലേക്ക് കേൾക്കുന്നില്ല. ആ വ്യക്തിക്കറിയാം നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ച്. നിങ്ങൾ ആ വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും ആ വ്യക്തി തിരിച്ചെത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും ഒക്കെ കൃത്യമായി അറിയാവുന്ന ആ വ്യക്തി അതെല്ലാം തള്ളിക്കളയുകയാണ്. നിങ്ങളെ സ്നേഹിക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിക്ക് കിട്ടിയൊരു സൗഭാഗ്യമാണെന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും, എല്ലാ പ്രശ്നങ്ങളും, എല്ലാ വെല്ലുവിളികളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരിക്കലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല. അത്രത്തോളം ഹൃദയത്തിന് ആഴത്തിൽ ഉള്ളൊരു ഇഷ്ടം നിങ്ങളോടുണ്ട്. എത്രയെത്ര പ്രതിസന്ധികളിലൂടെയാണ് ആ വ്യക്തി കടന്നു വന്നത്. എത്രയെത്ര പ്രശ്നങ്ങളാണ് ആ വ്യക്തിയെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ജീവിതമാകുകയാണ്. നിങ്ങളെ ആ വ്യക്തി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിക്കറിയാം എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ്, എത്രയോ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളുമായിട്ട് ചില ആളുകൾ വന്നിരുന്നു. ആ പ്രതിബന്ധങ്ങളൊന്നും നിങ്ങൾ കണക്കാക്കിയിട്ടില്ല. അത് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം. പിന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കുമോ? നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുമോ? ആ വ്യക്തിക്ക് അതിന് കഴിയില്ല. ആ വ്യക്തി നിങ്ങളെ ഹൃദയമറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഓരോ വേദനകളും ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങളുടെ മനസ്സിന് മുറിവേൽപ്പിക്കാനോ ഒന്നും ആ വ്യക്തി ശ്രമിക്കില്ല. ആ വ്യക്തി എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വലിയ സത്യം, നിങ്ങളുടെ ഇഷ്ടമെന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു സത്യം, അതൊക്കെ ആ വ്യക്തി ഉൾക്കൊള്ളുകയാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടമാണ്, സ്നേഹമാണ്. അതൊരിക്കലും മായുകയില്ല, മറയുകയില്ല. ആയിട്ട് ഈ ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് പറയുന്നത്. ഒരുപാട് ചതിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. ഒരുപാട് ആളുകൾ കാര്യസാധനത്തിന് വേണ്ടി ആ വ്യക്തിയെ ഉപദ്രവിക്കുകയും ആ വ്യക്തിക്കെതിരെ ഒരുപാട് കിംവദന്തികൾ പറയുകയൊക്കെ ഉണ്ടായി. അത്തരം വാദഗതികളും അത്തരം വിഷമിപ്പിക്കലുകളും അത്തരം തർക്കങ്ങളും അതൊക്കെ ഒരുപാട് കടന്നുപോയതാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കടന്നു പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിരുന്നു. മനസ്സിലെപ്പോഴും തന്നെ വഞ്ചിച്ചവരുടെ ആ ഒരു ഓർമ്മകൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു. തന്നെ അല്പം പോലും സ്നേഹിക്കാതെ തന്നെ മുതലെടുത്ത ആളുകൾ, അവരുടെ ചിന്തകൾ, അവർ തന്നോടിങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഓർമ്മകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയെ പിന്തുടരുന്നുണ്ട്. ഇപ്പം മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാൻ പോലും ആ വ്യക്തിക്ക് കഴിയുന്നില്ല. കാരണം ഇനിയും തന്നെ ആളുകൾ പറ്റിക്കുമോ, വഞ്ചിക്കുമോ, തന്നെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും മാറി ആ വ്യക്തി ചിന്തിക്കുകയാണ്, ജീവിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സും അതുപോലെ കടന്നുപോയി. പക്ഷെ നിങ്ങൾ ആണ് ആ വ്യക്തിക്ക് ഏക ആശ്വാസം. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത ആ വ്യക്തിക്കറിയാം. മറ്റു പലരും ആ വ്യക്തിയെ വഞ്ചിച്ചപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകി സ്നേഹിച്ച ആളുകൾ, നിങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം നൽകി സ്നേഹിച്ച ആളുകൾ, അവരുണ്ടായിരുന്നപ്പോൾ നിങ്ങളെ അവഗണിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. അവരുണ്ടായപ്പോൾ നിങ്ങളെ ഒഴിവാക്കാൻ പോയ നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ പിടിച്ചു നിന്നു. നിങ്ങളുടെ പിടിച്ചു നിൽക്കൽ കൊണ്ട് ആ വ്യക്തിക്കാണ് ഗുണം കിട്ടിയത്. കാരണം ആ വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിച്ചവരെല്ലാം വഞ്ചിച്ചപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ വഞ്ചിച്ചില്ല. നിങ്ങൾ ആ വ്യക്തിയെ ഉൾക്കൊണ്ടു. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ടു. അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് നല്ലതായി.
നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ആ വഞ്ചിച്ചവരെയും പറ്റിച്ചവരെയൊക്കെ. ഒരുപക്ഷെ ആ വ്യക്തി അറിയുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിയെ പറഞ്ഞ് പറ്റിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ വ്യക്തി അത് പരിഗണിച്ചില്ല. കാരണം ആ വ്യക്തി വിചാരിച്ചു നിങ്ങളെക്കാൾ നന്നായി അവർ ആ വ്യക്തിയെ സ്നേഹിക്കുമെന്നാണ്. പക്ഷേ സത്യം മനസ്സിലായപ്പോൾ ആ വ്യക്തിക്ക് കുറ്റബോധമുണ്ട്. നിങ്ങളാണ് ശരിയെന്നും നിങ്ങളാണ് നല്ലതെന്നും നിങ്ങളുടെ മൂല്യമാണ് നല്ലതെന്നും ഒക്കെ ആ വ്യക്തി മനസ്സിലാക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ കടന്നു പോവുകയാണ്. വളരെ പോസിറ്റീവായ ചിന്ത ഉണ്ടാകുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇപ്പോൾ ആ വ്യക്തിക്ക് ഏക ആശ്വാസമാകുകയാണ്. ജീവിതത്തിൽ പ്രചോദനം വരുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, നിങ്ങൾ നൽകുന്ന സ്നേഹമാണ്. നിങ്ങൾ ഒരിക്കലും ആ വ്യക്തി വിട്ടുപോകില്ല. കാരണം ഏറ്റവും അപകട സമയത്ത്, ഏറ്റവും ദുരന്തങ്ങൾ സംഭവിച്ച സമയത്ത് നിങ്ങൾ ആ വ്യക്തിയോട് ചേർന്ന് നിന്നു. ഒരു വ്യത്യാസവുമില്ലാതെ എന്നെന്നും ഒരുപോലെ സ്നേഹിച്ചു. ആ നന്മ ആ വ്യക്തി മറക്കില്ല. ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.